വർഷങ്ങൾക്ക് മുമ്പ് പേർഷ്യയിൽ അഥവാ ഇന്നത്തെ ഇറാൻ്റെ രാജ്യത്തെ തെരുവുകളിൽ അലയുന്ന ഒരു യാചകൻ്റെ ദുരവസ്ഥ കണ്ട് ചക്രവർത്തി ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അയാൾ ചിരിച്ചുകൊണ്ട് തിരിച്ചു ചോദിച്ചു, എനിക്ക് വേണ്ടതെല്ലാം അങ്ങ് നൽകുമോ? സമ്മതം മൂളിയ ചക്രവർത്തിയുടെ മുമ്പിൽ പാത്രം നീട്ടി യാചകൻ പറഞ്ഞു, എനിക്ക് ഈ പാത്രം നിറച്ച് എന്തെങ്കിലും തന്നാൽ മതി. സ്വർണ്ണ നാണയങ്ങളിട്ട് പാത്രം നിറയ്ക്കാൻ അദ്ദേഹം സേവകരോട് കൽപ്പിച്ചു. പക്ഷേ പാത്രത്തിൽ ഇട്ടയുടനെ നാണയങ്ങൾ അപ്രത്യക്ഷമായി. എന്തൊക്കെ അതിലിട്ടോ അതെല്ലാം കാണാതായി. തൻ്റെ തോൽവി സംബന്ധിച്ച ചക്രവർത്തി ചോദിച്ചു, ഈ പാത്രം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? യാചകൻ പറഞ്ഞു, ഇത് മനുഷ്യൻ്റെ മനസ്സുകൊണ്ടും ആഗ്രഹങ്ങൾ കൊണ്ടും നിർമ്മിച്ചതാണ്, എത്ര ഇട്ടാലും നിറയില്ല. ആ യാചകൻ്റെ മറുപടി കേട്ട ചക്രവർത്തി സന്തുഷ്ടനായി. യാചകനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. നമസ്കാരം, സൺഡേ വൈബ്സിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് കുട്ടി. നമ്മൾ വില കുറച്ച് കണ്ടിട്ടുള്ളവരാണ് വില കൂടിയ പാഠങ്ങൾ ജീവിതത്തിൽ നൽകിയിട്ടുള്ളത്. ആദ്യ കാഴ്ചയിൽ തന്നെ ആരും ആരെക്കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തും, അവർക്കൊരു വിലയിടും. കഥയിൽ ചക്രവർത്തി യാചകന് വിലയിട്ടതുപോലെ അത്തരം വിലയിരുത്തലനുസരിച്ച് അവരോട് ഇടപഴകുകയും ചെയ്യും. കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലായെങ്കിൽ ആരാണെന്ന അടിസ്ഥാന ചോദ്യം ചോദിക്കും. എങ്ങനെ പെരുമാറണമെന്ന് തീരുമാനിക്കാണ് ആ ചോദ്യം. ദുർബലനാണെങ്കിൽ അവഗണിക്കും, അതിശക്തനാണെങ്കിൽ അടുത്തിരുത്തും. രണ്ട് തരത്തിൽ ആളുകളോട് ഇടപഴകാം. ഒന്ന്, അവർ ആരെന്ന് നോക്കി അതിനനുസരിച്ച്. രണ്ട്, സ്വന്തം നിലവാരത്തിനും നിലപാടുകൾക്കും അനുസരിച്ച്. ആദ്യ രീതിയിൽ പെരുമാറുന്നവർക്ക് സ്വന്തമായ ശൈലി പോലും ഉണ്ടാകില്ല. കണ്ടുമുട്ടുന്നവരുടെ രീതികൾക്കനുസരിച്ച് ചാഞ്ചാടും. ബഹുമാനം നൽകുന്നവർക്ക് തിരിച്ചു നൽകും, അപമാനിക്കുന്നവരെ അസഭ്യം പറയും. ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മാത്രം ബന്ധം തുടരും. ബാധ്യതയാകുമെന്ന് തോന്നിയാൽ തന്ത്രപരമായി ഒഴിവാക്കും. തൻ്റെ നിലപാടുകൾക്കനുസരിച്ച് ഇടപഴകുന്നവർക്കെതിരെ വരുന്നവരുടെ പ്രത്യേകതകളോ പെരുമാറ്റ ശൈലിയോ പ്രശ്നമല്ല. തങ്ങളുടെ പൊതു സ്വഭാവത്തിനനുസരിച്ച് എല്ലാവരോടുമുള്ള ഇടപഴകൽ. ആർക്കും അധികം ബഹുമാനം ലഭിക്കില്ല, ആരെയും അകാരണമായി തിരസ്കരിക്കില്ല. അവഗണിച്ച് അതിർത്തി കടത്തിയവർ നൽകുന്ന പാഠങ്ങൾക്ക് ഇരട്ടി വീരമുണ്ടാകും. ഒന്നിനും ശേഷിയില്ലെന്ന് കരുതുന്നവരാണ് അത്ഭുതാവഹമായ തിരിച്ചറിവുകൾ നമുക്ക് നൽകുന്നത്. സങ്കുചിത സങ്കല്പങ്ങളിൽ നിന്ന് ആളുകളെ വിലയിരുത്താതിരുന്നാൽ ആരോഗ്യകരവും അർത്ഥപൂർണവുമായ സമ്പർക്കങ്ങളുണ്ടാകും. മുൻപ് പ്രതിപാദിച്ച യാചകൻ്റെ കഥ ഒരു സംരംഭകനായി നമ്മളെ പഠിപ്പിക്കുന്നത് നിരവധി പാഠങ്ങളാണ്. കാണുന്നതെല്ലാം സത്യമല്ല. പ്രഥമദൃഷ്ട്യാ നടത്തുന്ന വിലയിരുത്തലുകളല്ല യാഥാർത്ഥ്യം. മനുഷ്യരെ അല്ലെങ്കിൽ നമ്മുടെ ഇടപാടുകാരെ നാം മനസ്സിലാക്കേണ്ടത് അവരുടെ വേഷത്തിൽ നിന്നല്ല, അവരുമായുള്ള ഇടപെടലുകളിൽ നിന്നാണ്. അവസാനമായി, ഒരാൾ ആരാണെന്നറിയാൻ കണ്ണുകൾ മതി, പക്ഷേ അവനെ മനസ്സിലാക്കാൻ മനസ്സ് തന്നെ വേണം.